ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഒരു നല്ല ദിവസം നിനക്ക് ഈശോയുടെ നാമത്തിൽ നേരുക. ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 15-ാം തിരുവചനത്തിൻ്റെ ആദ്യ ഭാഗം. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? മഗ്ദലന മറിയത്തോടുള്ള ഈശോയുടെ ചോദ്യമാണ്, നീ എന്തിനാ കരയണേ? നീ ആരെയെ അന്വേഷിക്കണം? അവളുടെ കരച്ചിലിനൊരു കാര്യമുണ്ട്. ഈശോയുടെ ശരീരം തപ്പിയാണ് അവർ കല്ലറയിലേക്ക് വന്നത്, പക്ഷെ അതവിടെ കാണുന്നില്ല. ഏക പ്രതീക്ഷയായിരുന്ന ആ ശരീരം പക്ഷെ അവിടെ ഇല്ല. അവൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഈശോ വരികയാണ്. പക്ഷെ തോട്ടക്കാരനാണെന്നാണ് അവൾ കരുതുക. ആ തോട്ടക്കാരനാണ് അവളോട് ചോദിക്കുക, നീ എന്തിനാ കരയുന്നത്? നീ ആരെ അന്വേഷിക്കണം? അവൾ ആരെ ഓർത്ത് കരഞ്ഞോ, ആരെ ഓർത്ത് സങ്കടപ്പെട്ടോ, ആരെ അന്വേഷിച്ചോ, ആ കർത്താവാണ് മുമ്പിൽ വന്ന് നിൽക്കുക. പക്ഷെ തിരിച്ചറിഞ്ഞില്ല, അവൾ ചിന്തിച്ച തോട്ടക്കാരനാണെന്ന. പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ നീ എപ്പോഴെങ്കിലും നിൻ്റെ കർത്താവിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും നിൻ്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കും. അവൻ ചോദിക്കും, നീ എന്തിനാ കരയണേ? അവനെ തിരിച്ചറിയണം. അവനെ തിരിച്ചറിയണമെങ്കിൽ അവനെക്കുറിച്ചുള്ള മധുരിക്കുന്ന ഓർമ്മകൾ എപ്പോഴും നിൻ്റെ ഉള്ളിലുണ്ടാകണം. അവനെ തിരിച്ചറിയാനും ആ സാന്നിധ്യം അനുഭവിക്കാനും നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ മധ്യയുള്ള നിന്റെ നിറസാന്നിധ്യത്തിൽ നന്ദി പറയുകയാണ്. ഈശോയെ, എല്ലാ സങ്കടങ്ങൾക്കും ഉത്തരമുണ്ടെന്നുള്ള ബോധ്യം ഈ വ്യക്തിക്ക് നീ നൽകണമേ. നീ കൂടെ ഉണ്ടാവുന്നുള്ള ബോധ്യത്തിൽ മുന്നോട്ട് പോകാൻ ഈ വ്യക്തിക്ക് സാധിക്കട്ടെ. നിന്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. സർവ്വവിധ നന്മകളും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ധാരാളമായിട്ട് വർഷിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധനയ്ക്കു യോഗ്യൻ നീ, ഹല്ലേലൂയ. മരണത്തെ